ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരീക്ഷയാണല്ലേ, നമുക്കിതാ പരീക്ഷ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതായത് കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. എന്ത് തന്നെയായാലും മലയാളം ഫസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, അതായത് കേരള പാഠാവലിക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമെന്നൊക്കെ അറിയണം. കഥാപാത്ര നിരൂപണം, ഡയറി എഴുതുക, ലഘുക്കുറിപ്പ് തയ്യാറാക്കുക, ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളുടെ മാതൃകയാണ്. അതിലൊരു കഥാപാത്ര നിരൂപണം എന്ന് തയ്യാറാക്കിയാലോ? ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആരുടേതായിരിക്കുമെന്നല്ലേ. ആരുടേതാണ് കഥാപാത്ര നിരൂപണം? ആരുടേതാണ്? ഡാലി അമ്മൂമ്മയുടേതാണ് അല്ലേ. അപ്പോ കുറഞ്ഞ വാക്കിൽ കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞ് തയ്യാറാക്കിയില്ലെങ്കിലും കഥാപാത്രത്തെ കുറിച്ച് ഒരു ചെറിയൊരു വിവരണം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ 2 മാർക്കിനൊക്കെ എഴുതാൻ വരികയാണെങ്കിൽ അല്ലെ, 5 മാർക്കിന്റെ ചോദ്യത്തില് 3 മാർക്കിന് ഒരു ചോദ്യവും 2 മാർക്കിന് ഒരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിന് 3 മാർക്കായിരിക്കും അല്ലെ. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഈ ഡാലി അമ്മൂമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെ എഴുതാം എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഡാലി അമ്മൂമ്മയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. എന്താണ്? പുഴയെ കൂട്ടുകാരിയായി കണ്ട് സംസാരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വൃദ്ധയായ സ്ത്രീയാണ് ആര്? ഡാലി അമ്മൂമ്മ. അപ്പൊ എല്ലാവരും പുഴയെ ഉപേക്ഷിച്ചു പോയപ്പോഴും ഒരു ബുദ്ധിമുട്ട്, എന്താണ്, പുഴ നമ്മുടെ കരയിലേക്ക് കയറി വന്നൊരു സമയം അല്ലെ, എല്ലാവരും എന്ത് ചെയ്തു, അപകടം ഉണ്ടാവും എന്ന് കരുതിയിട്ട് പോയപ്പോ ഡാലി അമ്മൂമ്മ മാത്രം പോയില്ല. എല്ലാവരും പുഴയെ ഉപേക്ഷിച്ചു പോയപ്പോഴും ഡാലി അമ്മൂമ്മ പോയില്ല. എന്തുകൊണ്ടാണ്? പ്രകൃതിയുമായി അലിഞ്ഞു ജീവിക്കുന്നു അല്ലെ. പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആര്? ഡാലി അമ്മൂമ്മ. പെരുമ്പാമ്പിന്റെ കുഞ്ഞിനോട് പോലും ദയയും കാരുണ്യവും ഉള്ളവൾ. എന്നാൽ ഒന്നിനെയും കൂസാതെയുള്ള ജീവിതമാണ് ആർക്ക്? ഡാലി അമ്മൂമ്മയ്ക്ക്. അപ്പൊ ഡാലി അമ്മൂമ്മയുടെ പ്രത്യേകതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡാലി അമ്മൂമ്മയെ പറ്റി ഇനിയും വേണമെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ. പുഴയെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം, പിന്നീട് അല്ലെ പുഴ ഡാലി അമ്മൂമ്മയെ കാണാൻ വന്നില്ലേ, ആ സമയത്ത് ഡാലി അമ്മൂമ്മയ്ക്ക് ഉണ്ടായ സന്തോഷമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ചെറിയ രീതിയിൽ ഒരു കഥാപാത്ര അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു കാര്യമാണ് എന്ത്? കഥാപാത്ര നിരൂപണം. അപ്പൊ കഥാപാത്ര നിരൂപണങ്ങൾ ഇനിയിപ്പം വേറെ കളക്ടറെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കളക്ടർക്ക് ഡാലി അമ്മൂമ്മയെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഡാലി അമ്മൂമ്മ അവിടെ നിന്ന് വരില്ല എന്ന് പറയും. ഞാൻ വരില്ല, ഞാൻ ഈ പുഴ വിട്ടിട്ട് വരില്ല എന്ന് തന്നെ പറയും ഡാലി അമ്മൂമ്മ അല്ലേ. പക്ഷേ കളക്ടറുടെ നിർബന്ധത്തിന് പ്രകാരം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ഒരു കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിലൊരു പെരുമ്പാമ്പിൻ കുഞ്ഞുണ്ട്. ഡാലി അമ്മൂമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞു പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് പോലും ദയവും കാരുണ്യവും ഉള്ളവളാണ് ആര്? ഡാലി അമ്മൂമ്മ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഇതില് മാറി വരുന്നതാണ്. നോക്കൂ, പുഴയെ പറ്റി പറയുകയാണെങ്കിലോ, മണൽ വാരുന്നവരുടെ ക്രൂര പ്രവൃത്തി കൊണ്ട് കര കവിഞ്ഞൊഴുകി ഡാലി അമ്മൂമ്മയുടെ വീട് വരെ എത്തി. അമ്മൂമ്മയുടെ കൂട്ടുകാരിയാണ് ആര്? പുഴ. അമ്മൂമ്മയ്ക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുഴയ്ക്ക് മനസ്സിലാവുമെന്ന്. കഥ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ സംവദിക്കുന്ന കാര്യങ്ങൾ പുഴയ്ക്ക് മനസ്സിലാവും. അമ്മൂമ്മയെ തേടി നഗരങ്ങൾ മുഴുവൻ ഒഴുകി നടന്നവളാണ് നമ്മുടെ പുഴ. പിന്നെ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച നിലയിൽ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ സമ്മാനമായി നൽകി. അമ്മൂമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ട് അമ്മൂമ്മയുടെ ചൂട് പറ്റിക്കിടക്കുന്ന ഒരു പാമ്പ് അല്ലെ, അതാണ് പെരുമ്പാമ്പിൻ കുഞ്ഞ്. പിന്നെ കളക്ടറെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാലി അമ്മൂമ്മയെ സുരക്ഷിതമായി നഗരത്തിലെ ഫ്ലാറ്റിലെത്തിക്കാൻ വേണ്ടി വന്നവനാണ് കളക്ടർ അല്ലെ. അമ്മൂമ്മയുടെ സുരക്ഷ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കളക്ടറും ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുണ്ട്. അപ്പൊ 3 പേരുടെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, കഥാപാത്രങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി 6ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അല്ലേ. 6ാം ക്ലാസ്സിൽ നമ്മുടെ സൈലത്തിന് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അതിന്റെ പേരാണ് വജ്ര. ഇപ്പോഴും അഡ്മിഷൻ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് ലേറ്റ് ആക്കാതെ ഇതിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ ഇതിൽ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അതായത് ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്ന, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു അടിപൊളി ബാച്ച്
ബേസ് പ്ലാൻ ബാച്ചാണ് ഇതിൽ, വജ്രയുടെ ബേസ് പ്ലാൻ. എന്നാൽ നിങ്ങൾ അവസാനം ഒരു പേൾ വീഡിയോ റെക്കോർഡഡ് അല്ലെങ്കിൽ പേൾ വീഡിയോ ഉള്ള ഒരു ബാച്ചാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് ഒന്നും കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിനോടല്ല താല്പര്യം, പേൾ വീഡിയോ ഒക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ കാണണോ, അതിൽ ചില ഭാഗങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് സ്പെഷ്യലായിട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. ഇത് പ്രീമിയം റെക്കോർഡഡ് സെഷൻ ഉണ്ടാവും അതിൽ. അതായത് പേൾ വീഡിയോ എന്ന് പറയുന്ന ഒരു വീഡിയോ, ഒരു പാഠത്തിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അവിടെ ഉണ്ടാവും. അത് ലാംഗ്വേജസിനെക്കാട്ടും സയൻസ് മാത്സ് സബ്ജക്റ്റിന് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഒന്നുള്ളത് ഫാൽക്കൻ്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച്, ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, നീറ്റ് JEE ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നല്ല സയൻസ് ബേസ് വേണം അല്ലേ. അപ്പോൾ സയൻസിലെ നോളജൊക്കെ നിങ്ങളെ കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് ഇതാ ഫാൽക്കൺ ബാച്ച് കേട്ടോ. ഫാൽക്കൻ്റെ ഫൗണ്ടേഷൻ ബാച്ച്, അതിൽ ജോയിൻ ചെയ്യാൻ ഇൻഫിനിറ്റി പ്രോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്രോയും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു 9994000800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏത് പ്ലാനാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അതിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ആരും ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് നമ്മുടെ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. പരീക്ഷയുടെ മാരത്തോണുകളും കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ കാണുക. അപ്പോൾ ബൈ.